ഹേ വാട്ട്സ്ആപ്പ് ബഡീസിലേക്ക് നമ്മളൊരു പുതിയ ഇടലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തമ്മിലൂടെ മനസ്സിലാക്കണം. നമ്മളൊരു എഡിറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പ് എന്ന് പറയുമ്പോൾ സ്നാപ്സീഡ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡാണ്. അപ്പോൾ സ്നാപ്സീഡിലോട്ടൊരു കളിയില്ല. സ്നാപ്സീഡ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, എൻ്റെ ഒരു കൂട്ടാനൊരു ചാനലുണ്ട്, ടെക്നിക്കൽ വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ പറ്റുന്നത്രയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ സ്നാപ്സിലോട്ട് ഷെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ പോർട്രേറ്റ് മോഡ് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് നമ്മൾ പോർട്രേറ്റ് എടുത്ത് ഇവിടെ നമുക്ക് ഫേസ് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഫേസിന് ആ ഒരു ഒറിജിനാലിറ്റി പോകാതിരിക്കാനാണ് അങ്ങനെ റബ്ബ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത നമ്മുടെ ഗ്ലാമർ ഗ്ലോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അടുത്ത വിഗ്നിറ്റി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നൈസായിട്ട് ബാക്ക് അടിക്കുക. ഇനി നമ്മൾ ടൂൾസിൽ നമുക്ക് എടുക്കാവുള്ളൂ നമ്മുടെ വിൻറ്റേജ് എന്ന അതെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫിൽറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ 7th ഫിൽറ്റർ അല്ലെങ്കിൽ 8th ഫിൽറ്റർ എടുത്തു. അപ്പോൾ 8th പോയിട്ട് നമ്മളിവിടെ ഒരു ഓപ്ഷനുണ്ട്, നമുക്കിവിടെ നടുക്ക് സെൻറ്ററിൽ കാണാൻ പറ്റും. അതിൽ പോയിട്ട് സാച്ചുറേഷൻ നമ്മുടെ ഒരു നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക. സാച്ചുറേഷൻ കുറയ്ക്കുക. പിന്നെ സ്റ്റൈൽ സ്ട്രെങ്ത്തും കുറയ്ക്കുക. വിക്ടറി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതേ രീതിയിൽ വെച്ച് കൊടുക്കുക. ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് വിൻറ്റേജ് എഡിറ്റ്സ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇറേസ് ചെയ്ത് തുടങ്ങുക. നമ്മുടെ ഓരോരോ ഇതായിട്ട് ഇറേസ് ചെയ്ത് തുടങ്ങുക. നമ്മൾ നല്ല കുറച്ചിട്ട് ഓരോന്നിട്ട് ഇറേസ് ചെയ്ത് തുടങ്ങുക. ഫ്രണ്ട്സ്, നമ്മൾ പകുതിയും ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ ടൂൾസിൽ പോയിട്ട് നമ്മൾ കർവ്സ് എടുത്തിട്ട് നമ്മളിവിടെ ഈ ഓപ്ഷൻ എടുക്കുക. ഈ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കൊടുക്കേണ്ടത് ഫെയ്ഡാണ് നമ്മളിത് കൊടുക്കേണ്ട ഓപ്ഷൻ. ഫെയ്ഡിൽ കൊടുത്തിട്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ കൺവേർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണോ ആ രീതിയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ എഡിറ്റിങ്. ഇനി നമുക്ക് ജസ്റ്റ് ചെറിയൊരു വാട്ടർമാർക്ക് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ചെറിയൊരു വാട്ടർമാർക്ക് കൂടെ കൊടുക്കാം. അതുപോലെ സ്നാപ്സീഡ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഡിഫറൻസ് വാട്ടർമാർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ പ്ലേസിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വെച്ചിങ്ങനെയാണ്.
ഇനി നൈസായിട്ട് ഓക്കെ. അപ്പോൾ വാട്ടർമാർക്ക് സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു രീതി മനസ്സിലായി കാണും. അപ്പോൾ ഈ ഔട്ട്രോ ഒരു ആവശ്യം ഈ വീഡിയോയിലില്ല, എന്നാലും ജസ്റ്റ് ഔട്ട്രോ എടുക്കുന്നതേ ഉള്ളൂ. നമ്മളെല്ലാ വീഡിയോയിലും ഔട്ട്രോ ഒക്കെ എടുക്കാറില്ലാണ്, അതുകൊണ്ട് ഔട്ട്രോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരും. അതിന് നിങ്ങൾ വെച്ചാൽ ആരും കാണുന്നതിന് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഇടിച്ച് പൊളിച്ചേക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഇറ്റ്സ് മാനവ് സൈനിങ് ഓഫ്.